നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. അമ്മുവിന്റെ സഹപാഠികളായ 3 പേരെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശി നാരായണൻ ചേരും. അമ്മു സജീവിന് നിരന്തരമായി പീഡനം ഏൽക്കേണ്ടി വന്നതായും സഹപാഠികളിൽ നിന്നാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അമ്മുവിന്റേത് ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണ് എന്ന നിലപാടായിരുന്നു അമ്മുവിന്റെ കുടുംബം ആരോപിച്ചത്. പ്രത്യേകിച്ച് അമ്മുവിന്റെ സഹോദരൻ ഉൾപ്പെടെ. ഇപ്പോഴിതാ അന്വേഷണം മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് 3 സഹപാഠികൾ അറസ്റ്റിലായത്. ഈ അറസ്റ്റിലായ സഹപാഠികളെ വൈദ്യപരിശോധനയ്ക്കും മറ്റും ശേഷം ആയിരുന്നു കോടതി മുമ്പാകെ ഹാജരാക്കിയത്. കോടതിക്ക് മുന്നിൽ ഈ സഹപാഠികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അമ്മുവിന്റെ സഹപാഠികളായ 3 പേരെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. അമ്മു സജീവിന് നിരന്തരം പീഡനം നേരിട്ടിരുന്നു എന്നാണ് കുടുംബം ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞത്. കൊലപാതകമാണ് എന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണ് എന്നും കുടുംബം ആരോപിച്ചു. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന. ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന് ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലയ്ക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന്